വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2025-26 അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് 260 ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. 260ൻ്റെ എല്ലാ പ്രൈം ഫാക്ടേഴ്സും പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 260നെ അതിൻ്റെ പ്രധാന ഘടകങ്ങളായിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 260ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 260നെ നമുക്ക് എങ്ങനെ എഴുതാം? 13 × 20 എന്ന് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടി? 260 എന്ന് കിട്ടി. അതായത് 13 × 20നെ എങ്ങനെ എഴുതാം? 2 × 2 × 5. 4 × 5 എന്ന് പറഞ്ഞാൽ 20 അല്ലേ? അപ്പോൾ 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 2 × 2 × 5 × 13. ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 380. എക്സ്പ്രസ് 385 ആസ് എ പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 385നെ 3 പ്രധാന സംഖ്യകളുടെ, അതായത് പ്രൈം നമ്പേഴ്സിന്റെ ഗുണനഫലമായിട്ട്, പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അതിൻ്റെ എല്ലാ പ്രൈം ഫാക്ടേഴ്സും നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? 385 ആണ് അല്ലേ? രണ്ടാമത്തത് 385. 385നെ 5 × 7 × 11. ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 5, 7, 11. ഇതാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ആണ്. 5 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55 ആണ്. 7 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 7 5 × 11. അതുപോലെ 7 × 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 77. അപ്പോൾ ഇതൊക്കെ എന്താണ്? The product of 2 prime factors. 2 prime factorsന്റെ പ്രോഡക്റ്റ് ആണ് ഫാക്ടേഴ്സ്. അപ്പോൾ therefore അതുകൊണ്ട് എന്താണ്? The factors of 385 are 1, 5, 7, 11, 35, 55, 77, 385. അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 5, 7 അല്ലേ? 1 × 385 എന്ന് ചെയ്താലും നമുക്ക് എന്താ എഴുതണം? 385 എന്നാണ് കിട്ടുക. അപ്പോൾ 1, 5, 7, 11, 35, 55, 77, 385. ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് 385 ആണ്. സി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 25. 25ൽ താഴെയുള്ള എല്ലാ പ്രധാന സംഖ്യകളെയും പ്രൈം നമ്പേഴ്സിനെയും കണ്ടെത്തുക. 25 കുറവുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിനെയും കണ്ടെത്തുക. ഐഡന്റിഫൈ പെയർസ് എമംഗ് ദം ദാറ്റ് ഹാവ് എ ഡിഫറൻസ് ഓഫ് 2. അവയിൽ എന്താണ്? ഡിഫറൻസ് 2 ആയ, വ്യത്യാസം 2 ആയ ജോഡികളെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിയുടെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13, 17, 19, 23. അതായത് 25ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഇതൊക്കെയാണ് അല്ലേ? അപ്പോൾ പെയർസ് among these that have a difference of
2. ഏതൊക്കെയായിരിക്കും? 3യും 5ഉം അല്ലേ? 3യും 5ഉം ഡിഫറൻസ് 2 ആണ്. 5ഉം 7ഉം അല്ലേ? 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 ആണ്. 11, 13. പിന്നെ ഏതാണ്? 17, 19. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈം നമ്പർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൈം നമ്പർ എന്ന് വെച്ചാൽ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അവിഭാജ്യ സംഖ്യ എന്നാണ്. അതായത് ഒന്നിൽ കൂടുതൽ, അല്ല ഒന്നുകൊണ്ടും അല്ലെങ്കിൽ അതേ സംഖ്യ കൊണ്ടും മാത്രം നമുക്ക് എന്താണ് അതിനെ പൂർണ്ണമായും ഡിവിസിബിൾ ആക്കാൻ, അതായത് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ്, നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ 5 എടുത്താൽ 5നെ എന്തും കൊണ്ട് മാത്രമേ, 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. കാരണം 1, 5 ഇതും കൊണ്ട് മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഹരിക്കാൻ കഴിയുള്ളൂ. 1 × 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5 വേറൊരു സ്ഥലത്തും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കിട്ടാനില്ല. അപ്പൊ 1, 5 എന്നിവ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിനെ ഹരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ 2നെ 1യും 1ഉം 2ഉം 1ഉം 2ഉം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. 3നെയും 1ഉം 3ഉം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. 7നെ 1ഉം 7ഉം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ 1 കൊണ്ടും 5 കൊണ്ടും മാത്രം എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ ഇതിനെ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ 1 കൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി വച്ചിരിക്കണം. അപ്പോ 25 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞത് 2, 3, 5, 7, 11, 13, 17, 19, 23 ആണ്. ഇനി ഇവയ്ക്കിടയിൽ ഡിഫറൻസ്, ഇപ്പൊ 3ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1 കിട്ടുള്ളൂ. അപ്പൊ അതല്ല. 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2 ആണ്. 11ൽ നിന്ന് 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 ആണ്. പിന്നെ 13ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ 2 ആണ്. 19ൽ നിന്ന് 17 മൈനസ് ചെയ്താൽ 2 ആണ്. അപ്പൊ ഡിഫറൻസ് 2 ആയിട്ടുള്ളതാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈം നമ്പേഴ്സ്? താഴെ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഇതിൽ കറക്റ്റ് ആൻസർ ഏതാന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത്, ദ സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ ഈസ് 4. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത്, ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ എന്ന് പറയുന്നത് 4 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, ദ സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ഈസ് 3. ഏറ്റവും ചെറിയ ഈവൻ ആയിട്ടുള്ള, അല്ല ഓഡ് ആയിട്ടുള്ള ഒറ്റ സംഖ്യ 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള ഓഡ് സംഖ്യ എന്ന് പറയുന്നത് 3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ, ദ സം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് ഇസ് ഓൾവേസ് എ പ്രൈം നമ്പർ. എന്താണ്? 2 പ്രൈം നമ്പേഴ്സിന്റെ സമ്മ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഒരു പ്രൈം നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ, പ്രൈം നമ്പേഴ്സ് ഹാവ് എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ്. പ്രൈം നമ്പേഴ്സിന് എപ്പോഴും 2 ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതായത് 2 and 4 ആണ് എന്തെന്ന് പറയുന്നത്? ശരി എന്ന് പറയുന്നത്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ഒന്നാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ റെക്ടാങ്കുലർ ടാങ്ക് ഹാസ് internal length, width and height of 90 cm, 80 cm and 70 cm respectively. What is the capacity of the tank? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ ടാങ്കിന്റെ ഇന്റേണൽ ലെങ്ത്തിന്റെ നീളം, വീതി, ഹൈറ്റ് എന്ന് പറയുന്നത് 90 cm, 80 cm, 70 cm എന്നിങ്ങനെയാണ്. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്? എങ്ങനെയാണെങ്കിൽ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. 90 cm, വിഡ്ത്ത് എന്ന് പറയുന്നത് 80 cm, ഹൈറ്റ് എന്ന് പറയുന്നത് 70 cm. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ
ദ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഈസ് 90 ഇൻറ്റു 80 ഇൻറ്റു 70. അപ്പോൾ മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതിനെ ലിറ്ററിലേക്ക് ആക്കുമ്പോൾ 504 ലിറ്റേഴ്സ് എന്ന് കിട്ടും. 504 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് The tank currently contain 288 liters of water. What is the height of the water level? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ടാങ്കിൽ ഇപ്പോൾ 288 ലിറ്റർ വെള്ളമുണ്ട്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ? വെള്ളത്തിന്റെ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചത്. ടാങ്കിൽ ഇപ്പോൾ 288 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ? വെള്ളത്തിന്റെ ഉയരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ദ ഹൈറ്റ് ഓഫ് ദി water in the tank when the capacity is ഇപ്പോൾ എത്രയാണ്? 288 ലിറ്റർ ആണ് അല്ലേ? അതിൻ്റെ അകത്തുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 288 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 288 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 80 എന്ന് ചെയ്യുക. 90 എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 80. അപ്പോൾ 288 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 80 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 40 സെൻറ്റിമീറ്ററിന് നമുക്ക് ഉത്തരം കിട്ടും. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്ടാങ്കുലർ ടാങ്ക് ആർ ഡബിൾഡ്, വാട്ട് വിൽ ബി ഇറ്റ്സ് ന്യൂ കപ്പാസിറ്റി? എന്താണ് ഇതിന്റെ ടാങ്കിന്റെ നീളം, വീതി, ഉയരം ഇത് മൂന്നും ഇരട്ടിയാക്കുകയാണെങ്കിൽ, ഡബിൾ ആക്കുകയാണെങ്കിൽ അതിന്റെ പുതിയ ശേഷി എത്രയാകും? അല്ലെങ്കിൽ പുതിയ കപ്പാസിറ്റി എത്രയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡബിൾഡ് ആണോ? ഇറ്റ് ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ് ആണോ? ഇറ്റ് ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഇരട്ടി ആണെങ്കിൽ എത്രയാണ്? ഡബിൾ ആണെങ്കിൽ എത്രയാണ്? ഇറ്റ് ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ്. എത്രയാണ്? 8 ടൈംസ് ആണ്. സി ആണ് കറക്റ്റ് ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നമ്പർ 247.39 in expanded form according to its place value. 247.39 എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാനാണ്, അതിന്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ എഴുതുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്നത് 247.39 ലിറ്റർ എന്നാണ്. അതിനെങ്ങനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതാം? നമുക്ക് 200, ഇത് 100ന്റെ പ്ലേസ് വാല്യൂ അല്ലേ? 200, 2 നൂറുകൾ, ഹൺഡ്രഡ്സ്, 200s പ്ലസ് 4 10s പ്ലസ് എന്താണ് 7 1s പ്ലസ് എങ്ങനെ എഴുതും? 3 tenths പ്ലസ് 9 hundredths. THS എന്ന് എഴുതണം കേട്ടോ, hundredths. ഇങ്ങനെയാണ് ഇത് എഴുതുക. അപ്പോൾ നമുക്ക് 200 പ്ലസ് 40 പ്ലസ് 7 പ്ലസ് 3/10 പ്ലസ് 9/100. ഇങ്ങനെയാണ് നിങ്ങളത് എഴുതേണ്ടത്. ഏത് രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഈ രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ. There is 4.5 liters of oil in a vessel. 7.25 liters of oil is added to it. How many liters of oil are there in the vessel now? 4.5 ലിറ്റർ ഓഫ് ഓയിൽ ഒരു വെസൽ ഉണ്ട്. അതിലകത്ത് 7.5 ലിറ്റർ ഓഫ് ഓയിൽസും കൊണ്ട് ആഡ് ചെയ്തു.
ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ദ ഓയിൽസ് ആർ ദെയർ ഇൻ ദ വെസൽ നൗ. അപ്പോൾ ആ ഇതിൽ വെസലിൽ എത്ര ഓയിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ 4.5 ലിറ്റർ ആണുള്ളത്. അപ്പോൾ 45 ഒരു ഡെസിമൽ ഉള്ളൂങ്കിൽ നമ്മൾ എന്തിടും? 10 ഇടും. ഒരു അല്ല ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളൂങ്കിൽ 10 ആണ് ഇടുക. 7.25 നമ്മൾ എങ്ങനെ എഴുതും? 725 ഡിവൈഡ് ബൈ എത്രയാണ്? 100 എന്ന് എഴുതും അല്ലേ? ഇനി അപ്പോൾ 4.5 പ്ലസ് 7.25 നമ്മൾ എങ്ങനെ എഴുതും? 45/10 പ്ലസ് 725/100. ഇനി അപ്പൊ അതിനെ ക്ലോസ് 450/100 പ്ലസ് 725/100 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1775/100 = 11.75 ലിറ്റേഴ്സ് എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. ഇനി സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ആൻഡ് ദ റീസൺ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു 14.432 ഗെറ്റ് 16.32. 14.43 എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 16.32 കിട്ടുക എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി ക്വസ്റ്റ്യൻ ആണ്. 16.32 നിന്ന് എന്ത് ചെയ്യണം? 14.43 മൈനസ് ചെയ്ത് നോക്കുക അല്ലേ? നമുക്ക് 16.32 ആണ് കിട്ടുന്നത്. അപ്പം അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതിനെ ഡെസിമൽ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 നമ്പർ ആണല്ലേ ഉള്ളത് ഡെസിമലിന് ശേഷം. അപ്പോൾ നമ്മൾ 100 ഇട്ടു, മൈനസ് അടുത്തതും 100 എന്ന് തന്നെ ഇട്ടു. 1632 നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 1443 മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ 100. അപ്പോൾ എത്ര കിട്ടും? 189/100 എന്ന് കിട്ടും. അപ്പോൾ 2 സീറോ ആണുള്ളത്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 സംഖ്യകൾ വന്നം 1.89 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് 16.32 എന്ന് ഉത്തരം കിട്ടുക. ഇനി ഡി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് റീസണും താഴെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ ഡെസിമൽ ഫോം ഓഫ് 4 meters ആൻഡ് 3 milliliter ഈസ് 4.003 meters. 4 മീറ്ററും 3 മില്ലിമീറ്ററിന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 4.003 meters ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ എന്ന് പറയുന്നത് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 4 meters ആൻഡ് 3 milliliters ഈസ് എത്രയാണ്? 4/3/1000 meters ആണ്. 4 മീറ്ററിന്റെയും 3 മില്ലിമീറ്ററിന്റെയും ഫ്രാക്ഷണൽ ഫോം 4/3/1000 meters എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദിസ് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് ശരിയും അതിന്റെ റീസൺ തെറ്റുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ആൻഡ് റീസൺ ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് ശരിയും റീസൺ തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി പറഞ്ഞിരിക്കുന്നത് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ റീസൺസ് ആർ ഫോൾസ്. സ്റ്റേറ്റ്മെന്റും റീസണും തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ ട്രൂ. രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ്. കാരണം 4 മീറ്റർ 3 മില്ലിലിറ്ററിന്റെ ഫ്രാക്ഷണൽ ഡെസിമൽ ഫോം ഇങ്ങനെയാണ്, ഫ്രാക്ഷണൽ ഫോം ഇങ്ങനെയുമാണ് വന്നത്. അപ്പോൾ ബി ആണ് ശരി. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ ട്രൂ. ഇനി മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബി ക്വസ്റ്റ്യനിൽ എക്സ്പ്രസ് 7.329 ലിറ്റർ ഇൻ ഫ്രാക്ഷൻ ഫോം. ഇത് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻ ഫോമിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? മൂന്നാമത്തെ എ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ
ബി ചോയ്സിലെ ബിയിലെ എ ക്വസ്റ്റ്യൻ ആണ്. 7.329 ലിറ്ററിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതാനാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ എഴുതാം 7,329 ബൈ എത്രയാണ്, ഇവിടെ 3 സംഖ്യ ഉള്ളതുകൊണ്ട് താഴെ 3 പൂജ്യം ഇട്ട് കൊടുക്കണം. അത്രയും ലിറ്റേഴ്സ് ആയിരിക്കും. അതായത് നമുക്ക് ഇങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. 739 divided by 1000 liters. ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 28 സെന്റിമീറ്റർ. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 28 സെന്റിമീറ്റർ ആണ്. ലെങ്ത് 8.4 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ വിഡ്ത്ത്? അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. പെരിമീറ്ററിന്റെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 28 സെന്റിമീറ്റർ, ലെങ്ത് 8.4. വാട്ട് ഈസ് ദ വിഡ്ത്ത്? വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ തന്നിരിക്കുന്ന കാര്യങ്ങൾ മക്കൾ ആദ്യം തന്നെ എടുത്ത് എഴുതണം. പെരിമീറ്റർ എന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ ആണ്. ലെങ്ത് പ്ലസ് വിഡ്ത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്ന് എഴുതിയത്? നമ്മളുടെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B ആണ്. ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്നാണ് തരാറ്. അപ്പോൾ 28/2 = എത്രയാണ്? 40 സെന്റിമീറ്റർ. ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 8.4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. വിഡ്ത്ത് അപ്പോൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 40ൽ നിന്ന് 8.4 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. 40നെ നമുക്ക് ഡെസിമൽ ഇല്ലാത്തതുകൊണ്ട് 140 / 10 മൈനസ് 84 8/10 എഴുതാം. അപ്പോൾ 140ൽ നിന്ന് 84 മൈനസ് ചെയ്ത് /10 = 56/10 അല്ലേ? അപ്പം 5.6 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? വിഡ്ത്ത് എന്ന് പറയുന്നത്. C question. There are 0.950 liters and 0.475 liters of honey in 2 small bottle. And small bottle ആയിട്ട് 0.950 ലിറ്ററും 0.475 ലിറ്ററും ഹണി തേനുണ്ട്. ഇറ്റ് ഈസ് പവേർഡ് ഇൻ ടു എ ലാർജ് ബോട്ടിൽ. രണ്ടും കൂടി ഒരു ലാർജ് ബോട്ടിലേക്ക് ഇട്ടു. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഹണി ആർ ദെയർ ഇൻ ദ ലാർജ് ബോട്ടിൽ നൗ? അങ്ങനെയാണെങ്കിൽ ലാർജർ ബോട്ടിലിൽ ഇപ്പം എത്ര ഉണ്ടാവും? രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്താൽ മതി അല്ലേ? അതിൻ്റെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേൽ 0.950 പ്ലസ് മറ്റേത് എത്രയാണ്? 0.475. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഡെസിമൽ കഴിഞ്ഞിട്ട് 3 സംഖ്യകളാണുള്ളത്. /1000 അല്ലേ? പ്ലസ് 475 /1000 = 950 പ്ലസ് 475 /1000. നമുക്ക് എത്ര കിട്ടും? രണ്ടും കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1425 /1000 എന്ന് കിട്ടി. 3 സംഖ്യകൾ ഉള്ളത് കൊണ്ട് ഡെസിമൽ കഴിഞ്ഞ് 3 സ്ഥാനം 3 പ്ലേസ് എഴുതുക. 3 0 ഉള്ളത് കൊണ്ട് ഡെസിമൽ കഴിഞ്ഞ് 3 അതിൽ 3 സ്ഥാനം കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടുക. ബാക്കിൽ നിന്ന് 3 സ്ഥാനം കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടുക. ഇതാണ്, ഇത്രയും ലിറ്റേഴ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 3 kilograms 25 grams? ഡെസിമൽ ഫോം പോയിന്റ് ഇട്ടിട്ട് എഴുതാനാണ് പറയുന്നത്. 3 kilogram 25 gram എന്നാണ് പറയുന്നത്. അപ്പം 3.025 എന്താണ്? കിലോഗ്രാം. നമ്മൾ കിലോഗ്രാമിലേക്ക് എല്ലാം കിലോഗ്രാമിലേക്കാണ് കിലോഗ്രാംസ്. അപ്പം 3.025 kilograms എന്നാണ് നമ്മൾ എഴുതുന്നത്. 3 kilograms 25 grams എന്ന് പറയുമ്പോൾ. അപ്പം ബി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനിലും എയും ബിയും 2 ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
നിങ്ങൾക്ക് അങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്കിവിടെ രണ്ടും ചെയ്ത് നോക്കാം. നാലാമത്തെ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജു ഡെപ്പോസിറ്റഡ് 37,500 rupees in a bank with 9% interest. How much money will Raju get back after 1 year? രാജു 37,500 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 9% അതിന്റെ പലിശ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഹൗ മച്ച് മണി വിൽ രാജു ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year? രാജുവിന് 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നാലാമത്തെ എയുടെ ആൻസർ ആണ്. നമുക്കറിയാം പ്രിൻസിപ്പിൾ, അതായത് ഇവിടുത്തെ മുതൽ എന്ന് പറയുന്നത്, രാജു നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 37,500 രൂപയാണ്. റേറ്റ്, ഇൻട്രസ്റ്റ് അല്ലെ, പലിശ എന്ന് പറയുന്നത് 9%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർ 1 year. വർഷം എന്ന് പറയുന്നത് വർഷമാണ് കേട്ടോ. 1 year. n is equal to 1 year. ഇനി നമുക്ക് എത്ര രൂപ അവന് 1 വർഷം കഴിഞ്ഞ് ലഭിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 37,500 ഇൻറ്റു 9/100 is equal to എത്ര കിട്ടും? 37,500 ഇൻറ്റു 9/100 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.09 എഴുതാം അല്ലേ? സിക്വൽ ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 0 വെട്ടിയിട്ട് 375 ഇൻറ്റു 9 എന്ന് ചെയ്താലും ഉത്തരം കിട്ടും കേട്ടോ. 375 ഇൻറ്റു ഈ 2 0 വെട്ടിക്കളഞ്ഞിട്ട് 375 ഇൻറ്റു 9 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം കിട്ടും. ഇപ്പം നമുക്ക് 9/100 എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ 0.09 എന്ന് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 3,375 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക രാജു നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 37,500 ആണ്. പ്ലസ് അതിൻ്റെ കൂടെ 3,375 രൂപ. 3,375 രൂപ. 3,375 രൂപയും കൂടെ അവന് പലിശ ഇനത്തിൽ കിട്ടും. അപ്പോൾ മൊത്തം കിട്ടുന്നത് 40,875 രൂപയാണ്. 40,875 രൂപ. 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് 40,875 രൂപയാണ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് cloth worth 650 rupees are bought from a shop that offers a 40% discount, how much discount will be given? ഒരു ക്ലോത്തിന്റെ വില, ഒരു തുണിയുടെ വില 650 രൂപയാണ് ഒരു ഷോപ്പിൽ. അതോടെ ഡിസ്കൗണ്ട് ഉണ്ട്, 40% ഓഫർ പ്രൈസിലാണ് ഉള്ളത്. ഹൗ മച്ച് ഡിസ്കൗണ്ട് വിൽ ബി ഗിവൺ? എത്ര രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യനിൽ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ക്ലോത്തിന്റെ വില എന്ന് പറയുന്നത് 650 ആണ്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 40% ആണ്. 40% ഓഫ് ഏതാണ്? 650. 650 40% എന്ന് പറയുന്നത് 650 ഇൻറ്റു എത്രയായിരിക്കും? 0.40 അല്ലേ? അപ്പോൾ ഇക്വൽ ടു എത്ര കിട്ടും? 260 എന്ന് കിട്ടും. അതായത് 260 രൂപ. ഓക്കെ, നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. A deposit of 50,000 rupees earned an interest of 4,000 rupees after 1 year. What is the percentage of interest? 50,000 രൂപ അല്ലേ, ഇൻട്രസ്റ്റ് ആയിട്ട് 4,000 രൂപയാണ് കിട്ടിയത്. 50,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 4,000 രൂപ കിട്ടി 1 year കഴിഞ്ഞപ്പോൾ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചാണ്. അപ്പോൾ പെർസെൻറ്റേജ് കാണാനായിട്ടാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ 100 എന്ന് പറയുന്നത് എത്രയാണ്? 8 rupees. ഇൻട്രസ്റ്റ് ഓൺ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,000 രൂപയാണ്. 4,000 ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. പ്രിൻസിപ്പൽ 50,000. അതിന്റെ റേറ്റ് ഈസിക്കൽ ടു, അപ്പോൾ കാണാൻ റേറ്റ് ഈസിക്കൽ ടു എത്രയാണ്?
4,000 divided by 50,000 into 100. അപ്പോൾ നമുക്ക് 0 വെട്ടിപ്പോയി, ഇവിടുന്ന് 2 സീറോയും വെട്ടിപ്പോയി, 40/5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 8 എന്ന് കിട്ടുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 8% ആണ്. അവിടുത്തെ പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8%. ഇവിടുന്ന് 2 സീറോ വെട്ടി, പിന്നെ ഇവിടുത്തെ 2 സീറോ വെട്ടി, 40/5 എന്നാവും. 40/5 എന്നാവും. അപ്പോൾ 8×5 40 അല്ലേ? അപ്പോൾ 8% എന്നാണ് ഉത്തരം കിട്ടുക. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ദ ഇൻട്രസ്റ്റ് ഓൺ 100 rupees for 1 year 8 rupees. How much interest will be earned on 2,500 rupees in 1 year? ഇൻട്രസ്റ്റ് ഓൺ 100 rupees for 1 year. 100 രൂപയ്ക്ക് ഒരു വർഷം 8 രൂപയാണ് എന്തെന്ന് പറയുന്നത്? പലിശ എന്ന് പറയുന്നത്. ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ഏൺ ഓൺ 2,500 rupees in 1 year? ഈ 2,500 രൂപയ്ക്ക് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് 8 രൂപയാണെങ്കിൽ 2,500 രൂപയ്ക്ക് എത്രയായിരിക്കും? 2,500 ഇൻറ്റു 8/100 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 25 ഇൻറ്റു 8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 200. എത്രയാണ് കിട്ടുന്നത്? 200 ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി നാലാമത്തത് ബി ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. എ കമ്പനി ഗീവ്സ് 9% ഓഫ് ദ മന്ത്ലി സാലറി ആസ് എ ബോണസ്. ഹൗ മച്ച് ബോണസ് വിൽ എ പേഴ്സൺ വിത്ത് എ സാലറി ഓഫ് 56,375 rupees ഗെറ്റ്? 56,375 രൂപ മന്ത്ലി സാലറി കിട്ടുന്ന ഒരാൾക്ക് 9% ബോണസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? ബോണസ് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നാലാമത്തെ ഇതില് ഓർ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ ആണ്. ബോണസ് എന്ന് പറയുന്നത് 9% ഓഫ് എത്രയാണ്? 56,375 rupeesനാണ്. അപ്പോൾ 56,375 ഇൻറ്റു 9% എന്ന് പറഞ്ഞാൽ 0.09 ആണ്. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 103.75. അതായത് നമുക്ക് കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത് 5,073.75 റുപ്പീസാണ്. ഇത്രയാണ് ബോണസ് ആയിട്ട് ആ വ്യക്തിക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി കിട്ടുന്നതും അതിൻ്റെ കൂടെ ബോണസിൻ്റെ പെർസെൻറ്റേജും എന്താണ് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 5,073.75 ഉത്തരം കിട്ടുന്നത്. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. എ ടെക്സ്റ്റ് ബുക്ക് വാസ് ബോട്ട് ഫോർ 960 rupees ആൻഡ് 48 rupees വാസ് ഡിഡക്റ്റഡ്. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഒരാളുടെ ഒരു ബുക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് 960 രൂപയ്ക്കാണ്. 48 രൂപ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടി, അതായത് കുറച്ച് കിട്ടി. വാട്ട് ഈസ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 48 രൂപയാണ്. ഓൺ എത്രയാണ്? 960 rupeesനാണ്. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് 48 divided by 960 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അതായത് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് 5% ആണ്. എത്രയാണ്? 5%. 5% ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യനിൽ പറയുന്നത് എ കമ്പനി ദാറ്റ് മാനുഫാക്ചേഴ്സ് ടെലിവിഷൻ ഹാസ് ഡിസൈഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ബൈ 5% ഫ്രം നെക്സ്റ്റ് മന്ത്. എന്താണ്? ഒരു ടെലിവിഷൻ മാനുഫാക്ചർ കമ്പനി ഡിസൈഡ് ചെയ്തു അവരുടെ പ്രൈസിൽ നിന്ന് 5% കുറച്ചിട്ട് TV
അടുത്ത മാസം വിൽക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് ടെലിവിഷൻ കറന്റ്ലി കോസ്റ്റിംഗ് 48,000 rupees ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഇപ്പോൾ എന്താണ് ടെലിവിഷൻ്റെ കറന്റ്ലി കോസ്റ്റ് 48,000 rupees ആണ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അങ്ങനെയാണെങ്കിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൈസ് റെഡ്യൂസ്ഡ് ബൈ എത്രയാണ്? 5% ആണ് ന്യൂ പ്രൈസിൽ അല്ലേ? ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നത് ന്യൂ പ്രൈസ് 5% ആണ് റെഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അപ്പോൾ എത്ര കിട്ടണം നമുക്ക്? 48,000 ഇൻറ്റു 1 മൈനസ് 0.05 അല്ലേ? അപ്പോൾ എത്രയാണ്? 48,000 ഇൻറ്റു 0.95. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 45,600 rupees ആയിരിക്കും. 1 മൈനസ് 0.05 എന്ന് അല്ലേ നമ്മൾ മൈനസ് ചെയ്താൽ മതി. പ്രൈസ് റെഡ്യൂസ്ഡ് ബൈ 5%. അപ്പം ന്യൂ പ്രൈസ് എന്ന് പറഞ്ഞത് ഒരു മന്തിലേക്കല്ലോ. അപ്പോൾ 48,000 ഇൻറ്റു 1 മൈനസ് 0.05%-നെയാണ് നമ്മൾ എന്തെന്ന് എഴുതുന്നത്? 0.05 എന്ന് എഴുതുന്നത് കേട്ടോ. 0.05 എന്ന് എഴുതുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അല്ലേ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 45,600 രൂപയാണ് പ്രൈസ് എന്ന് ടെലിവിഷൻ്റെ പ്രൈസായിട്ട് വരിക. 45,600 രൂപ. ഇനി ഡി ക്വസ്റ്റ്യൻ. എ ഷർട്ട് വാസ് ഒറിജിനലി പ്രൈസ്ഡ് അറ്റ് 1,200 rupees and was available for 840 rupees. What is the discount percentage? ഒരു ഷർട്ടിൻ്റെ വില എന്ന് പറയുന്നത് 1,200 രൂപയാണ്. 840 രൂപയ്ക്ക് അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 1,200 രൂപയാണ്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് അല്ല, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 840 രൂപയുമാണ് അല്ലേ? അതായത് 1,200 നിന്ന് എത്ര 840 മൈനസ് ചെയ്ത് അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്കൗണ്ട് 1,200 നിന്ന് 840 മൈനസ് ചെയ്യുന്നത് അപ്പോൾ 360 ആയിരിക്കും. അപ്പോൾ 360ൻ്റെ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ 360 കുറച്ച് കിട്ടിയിരിക്കുന്നത്. 360 രൂപയാണ് കുറച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 1,200 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30%. 30%-ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 30%. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൺ വെസൽ കണ്ടെയ്ൻ 2.5 liters ഓഫ് മിൽക്ക് ആൻഡ് അനദർ വെസൽ കണ്ടെയ്ൻ 3.75 liters ഓഫ് മിൽക്ക്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആർ ദെയർ ഇൻ ദ ടോട്ടൽ ഇൻ ബോത്ത് വെസൽസ്? ഒരു കണ്ടെയ്നറിൽ 2.5 ലിറ്റർ ഓഫ് മിൽക്കും മറ്റ് വെസലിൽ 3.75 ലിറ്റർ മിൽക്കും ആണുള്ളത്. ഇനി രണ്ട് മിൽക്കും കൂടെ കൂടിയിട്ട് എത്ര ഉണ്ടാവും? രണ്ട് ബോട്ടിലെയും മിൽക്കുകൾ കൂടി ഹൗ മെനി ലിറ്റേഴ്സ് എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? അഞ്ചാമത്തെ എ ക്വസ്റ്റ്യന്റെ ആൻസർ. ആദ്യം നമുക്ക് ഫസ്റ്റ് വെസലിലെ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് അല്ലേ? ഫസ്റ്റ് വെസലിലെ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് നിങ്ങൾ അതിനകത്ത് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തെഴുതണം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് വെസലിലെ മിൽക്ക് എടുത്തെഴുതുക. ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ ഫസ്റ്റ് വെസലിലെ മിൽക്ക് എത്രയാണ്? 2.5 ലിറ്റർ അല്ലേ? 2 ലിറ്റർ ആണുള്ളത്. ഇനി സെക്കൻഡ് വെസലിലെ മിൽക്ക് എത്രയാണ്? സെക്കൻഡ് വെസലിലെ 3/4 ലിറ്റർ. ഇത് നമ്മളോട് ചോദിച്ചാണ് രണ്ടും കൂടെ കൂടി എത്രയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക് അല്ലേ? ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക്
ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂടി പ്ലസ് ചെയ്യുക അല്ലേ. 2 1/2 പ്ലസ് 3 3/4. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? നമുക്കിവിടെ ഇത് രണ്ടും കൂടെ കൂടി പ്ലസ് ചെയ്യാം അല്ലേ. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2 + 3 എത്രയാണ്? 5. 5 പ്ലസ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/4 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 അരയും എത്രയാണ്? അരയും 1 ആയി അല്ലേ. 5 പ്ലസ് അര പ്ലസ് അര അപ്പൊ 6. 6 1/4 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഇതിന്റെ ഉത്തരം 6 1/4 ലിറ്റേഴ്സ് എന്നാണ്. ബി ക്വസ്റ്റ്യൻ. എ ടാങ്ക് ക്യാൻ ഹോൾഡ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഒരു ക്യാനിന് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് കറന്റ്ലി കണ്ടെയ്ൻ 3/4 ലിറ്റേഴ്സ്. ഇപ്പൊ അതിനകത്ത് എത്രയുള്ളത്? 3/4 ലിറ്റേഴ്സ് ആണ്. 3.25 ലിറ്റേഴ്സ് വെള്ളമാണുള്ളത്. ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദ ടാങ്ക്. അങ്ങനെയാണെങ്കിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ്, എത്ര കൂടുതൽ വാട്ടർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഇപ്പൊ വാട്ടർ ഓൾറെഡി ഇൻ ടാങ്ക് അല്ലേ. വാട്ടർ ഓൾറെഡി ഇൻ ടാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ 3.75 അല്ലേ. 3.25 3.75 എന്നാണ്. അത്രയും ലിറ്റർ ആണുള്ളത്. ഇനി ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്റർ ആണ് അല്ലേ. 15 ലിറ്റേഴ്സ് ആണ്. 15 ലിറ്റർ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ടർ നീഡഡ്. ഇനി അപ്പൊ എത്ര വെള്ളം അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം? വാട്ടർ നീഡഡ് ടാങ്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 15 ഈ 3.75 അല്ലേ. അതായത് 3/4 ഫ്രാക്ഷൻ എന്താണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റിയതാണ്. അപ്പൊ 15 - 3.75 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 11.25 ലിറ്റർ എന്ന് കിട്ടും. 11.25 ലിറ്റർ വെള്ളം മതി. 15-ൽ നിന്ന് 3.75 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 11.25 ലിറ്റർ എന്ന് കിട്ടും. അതായത് 11.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11.25 അല്ലേ. 11 1/4 ലിറ്റർ ആണ്. 4 ലിറ്റർ ആണ്. 11 1/4 ലിറ്റർ ആണ്. ഇങ്ങനെ ഉത്തരം എഴുതിയാലും ശരിയാണ്. ഇനി വിച്ച് ഈസ് ദ ലാർജർ ഫ്രാക്ഷൻ 2/9 ഓർ 3/8? ഇതിൽ ഏതാണ് ലാർജർ ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യനിൽ വിച്ച് ഈസ് ദ ലാർജർ ഫ്രാക്ഷൻ 2/9 ആണോ 3/8 ആണോ എന്നാണ്. 2/9 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2നെയും ഒരേ നമ്പറും കൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒരേ നമ്പറും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 2 × 8ഉം 9 × 8 ചെയ്ത് 16/72 കിട്ടും അല്ലേ. 16/72 കിട്ടി ഇതില്. ഇനി അടുത്തത് ഏതാണ്? 3/8 3/8 നമുക്ക് 2നെ 8 കൊണ്ടും 3യിൽ അപ്പൊ എന്താണ് 9 കൊണ്ട് 3/8 ചെയ്യുമ്പോൾ 3 × 9 ബൈ പിന്നെ അടുത്തത് എന്താണ്? 8 × 9 3 × 9 8 × 9 ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 27/72. 27/72. ഇപ്പൊ ഇത് നോക്കി 16/72 ആണോ 27/72 ആണോ വലുത്? 27/72 ആണ് വലുത്. അപ്പൊ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/8 ആണ്. 3/8 അതായത് 27/72. ഇതാണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയറിംഗ് ബൈ മാച്ചിങ് കോളംസ് എ ആൻഡ് ബി. താഴെ തന്നിരിക്കുന്നതിൽ എയിൽ നിന്ന് ബിയിലേക്ക് മാച്ച് ചെയ്ത് ചെയ്യാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 1/3 2/5 ആണ്. അതേതാണ്? 11/15 ആണ് അല്ലേ. 5 × 3 നമ്മൾ ചെയ്യണം. അപ്പൊ 11/15 കിട്ടും. അടുത്ത 2/7 പ്ലസ് 5/7 ആണ്. ഇതേതാണ്? 1 ആണ്. 1 ആണ്. അടുത്തത് 2/3 മൈനസ് 1/5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ്? Y ആണ്.
7/50. 7/50. അപ്പോൾ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. P is equal to Z, Q is equal to X, R is equal to Y. അപ്പോൾ നിങ്ങളുടെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.